ഒരു നാട് മുഴുവൻ പറഞ്ഞു നടക്കുമ്പോഴും അതിനെയൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരു ഭരണാധികാരി എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആപത്തായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ധാർഷ്ട്യ നിലപാട് ആര് പറഞ്ഞാലും തിരുത്തില്ല എന്ന് കേരളം തന്നെ ഉറപ്പിച്ച സമയത്താണ് MT വാസുദേവൻ നായർ എന്ന കേരളത്തിൻ്റെ മഹാപ്രതിഭ പിണറായി വിജയനെ ചിലത് പറഞ്ഞു പഠിപ്പിച്ചത്. അതും തൊട്ടടുത്ത് ഇരുത്തിക്കൊണ്ട് കോഴിക്കോട്ടെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി MT വാസുദേവൻ നായർ അതിരൂക്ഷമായ വിമർശനം നടത്തിയത്. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം ആ അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറി എന്നുമായിരുന്നു MT തുറന്നടിച്ചത്. ആൾക്കൂട്ടത്തെ എളുപ്പം ശോഭിക്കുകയോ ആരാധകരാക്കുകയോ ചെയ്യാം. തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന പതിവ് ഒരു മഹാരഥനും ഇവിടെ ഇല്ലെന്നും MT പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖം താഴ്ന്നത് എല്ലാവരും കണ്ടു. അധികാരത്തെയും അധികാരികൾ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടത്തെയും അതുവഴി രൂപപ്പെടുന്ന നേതൃപൂജകളെയും കുറിച്ച് MT വാസുദേവൻ നായർ രൂക്ഷമായ വിമർശനമാണ് നടത്തിയത്. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകം പേരും എന്ന സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ EMS എന്നും ശ്രമിച്ചുവെന്നും നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെയാണെന്നും MT പിണറായിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. സ്തുതിപാഠകർക്ക് അവസരങ്ങൾ എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴും MT കാണിച്ച ആർജവം അത് സാംസ്കാരിക നായകർക്ക് മാതൃകയാവട്ടെ എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. സാംസ്കാരിക നായകനിൽ നിന്ന് പല്ലുള്ള ഒരു രാഷ്ട്രീയ വിമർശനം കേൾക്കുന്നത് ഇതാദ്യമായിട്ടാണെന്നാണ് ഗീവർഗീസ് മാർ കുറിയോസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി എന്നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിമർശനം പിണറായിക്കെതിരെ നടത്തിയത് MT വാസുദേവൻ നായർ ആയതുകൊണ്ട് അത് ചർച്ചയാവുകയും കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളുകയും ചെയ്തിരിക്കുന്നു. താൻ ചെയ്യുന്നതാണ് ശരിയെന്നും വിമർശനങ്ങൾക്കെല്ലാം അതീതനാണെന്നുമുള്ള ഒരു ഭരണാധികാരിയുടെ ധിക്കാരം അതൊരു ഫാസിസമാണ്. അതുകൊണ്ട് തന്നെ പലരും എതിർപ്പ് പറയാൻ മടിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് സാംസ്കാരിക നായകന്മാർ എന്നൊക്കെ പറയുന്നവർ മടിച്ചു നിൽക്കുകയാണ്. എന്നാൽ MT മുഖത്ത് നോക്കി പറഞ്ഞതോടെ അതിന് കാര്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടി. പക്ഷേ അത് കേന്ദ്രത്തെ പറഞ്ഞതാണെന്ന ന്യായം പറയാനും ഈ ജയരാജനെല്ലാം കാണിക്കുന്ന വ്യഗ്രതയും കേരളത്തിന് മനസ്സിലാകുന്നുമുണ്ട്. ഏതായാലും പിണറായി വിജയന് അടുത്ത കാലത്ത് ചിലപ്പോൾ മുഖ്യമന്ത്രിയായതിനു ശേഷം ഒരേ വേദിയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി ഇത് തന്നെ ആയിരിക്കാം. അങ്ങനെ MT വാസുദേവൻ നായർ പറഞ്ഞിട്ടെങ്കിലും പിണറായിയിൽ ഒരു മാറ്റം വരികയാണെങ്കിൽ ആശ്വസിക്കാം.